UDF അധികാരത്തിലേറാൻ ഒരുങ്ങുന്നതിനിടെ മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണവുമായി SNDP യോഗം മുഖപത്രം യുഗനാഥം. ഭരണകസേര ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്നാണ് യോഗനാഥത്തിലെ പുതിയ ലക്കത്തിൽ വിമർശനമുയർന്നിരിക്കുന്നത്. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിക്കെതിരെ ഉണ്ടായ ഈ ആക്രമണം രാഷ്ട്രവൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല എന്ന കടുത്ത തലക്കെട്ടിലാണ് യോഗനാഥം മാനേജിംഗ് എഡിറ്ററും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സമീപകാല ഇടപെടലുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും അവർ കടുത്ത ഹിന്ദു വിരുദ്ധ നിലപാടിലേക്ക് മാറിയെന്ന് വ്യക്തമാണെന്ന് ലേഖനം ആരോപിക്കുന്നു. ലീഗിന്റെ മതേതര ജനാധിപത്യ വിരുദ്ധതയെ ആരെതിർത്താലും അവരെ മുസ്ലിം വിരുദ്ധരെന്നും വർഗീയവാദികളെന്നും ചാപ്പകുത്തി ഒറ്റപ്പെടുത്താനാണ് ആസൂത്രിത ശ്രമം നടക്കുന്നത്. താൻ മുസ്ലിം മതത്തെയല്ല, മറിച്ച് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയുടെ മതവിവേചനത്തെയും വർഗീയതയുമാണ് എതിർത്തതെന്ന് വെള്ളാപ്പള്ളി നടേശൻ എഡിറ്റോറിയലിൽ വ്യക്തമാക്കുന്നുണ്ട്. ലീഗിന്റെ ഇത്തരം നിലപാടുകളെ ശക്തമായി ചോദ്യം ചെയ്യുന്നതിനാണ് തന്നെ വർഗീയവാദി എന്ന് വിളിച്ച് തെരുവിൽ ആക്ഷേപിക്കുന്നത്. എന്നാൽ കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ താൻ പേടിച്ചോടുമെന്ന് ആരും കരുതേണ്ടതില്ല. അതിലും വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന നാടൻ ശൈലി ഉപയോഗിച്ചാണ് വെള്ളാപ്പള്ളി ലീഗ് അണികളുടെ പ്രതിഷേധത്തെ നേരിട്ടത്. പുതിയ UDF സർക്കാർ ഔദ്യോഗികമായി അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയ ലക്ഷണമാണ് കാണുന്നത്. ഭരണത്തിന്റെ മറവിൽ തീവ്രവാദ ശക്തികൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ലീഗ് നേതാക്കളുടെ മോഹം വരാൻ പോകുന്ന പുതിയ സർക്കാർ സാധിച്ചു കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ടെന്നും എഡിറ്റോറിയൽ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മതപരമായ വിവേചനത്തിനും അധിനിവേശത്തിനുമെതിരെ സ്വാഭാവികമായും SNDP യോഗം രംഗത്ത് വരും. ഇന്നും നാളെയും തങ്ങൾ ലീഗിന്റെ വർഗീയതയെ വിമർശിക്കുക തന്നെ ചെയ്യും. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തൊടുപുഴയിൽ ലീഗ് പ്രവർത്തകർ നടത്തിയ റാലി ചൂണ്ടിക്കാണിച്ചാണ് ഈ വിമർശനം. NSS ജനറൽ സെക്രട്ടറി J സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമാണ് ഇപ്പോൾ ലീഗിന്റെ മുഖ്യ ശത്രുക്കൾ. പുറമേക്ക് മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയുകയും മറുഭാഗത്ത് മധുരം പുരട്ടി വിദ്വേഷം പ്രചരിപ്പിക്കുകയുമാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. മതമാണ് പ്രശ്നമെന്ന് പ്രസംഗിച്ചു നടന്ന KM ഷാജിയെ പോലെയുള്ള നേതാക്കളെ മന്ത്രിയാക്കാനാണ് ലീഗിന്റെ നീക്കമെന്നും ലേഖനത്തിൽ പറയുന്നു. വർഗീയ വിഷം ചുറ്റുന്ന ഇത്തരം നേതാക്കളെ മന്ത്രിയാക്കിയാൽ കേരളത്തിൽ എങ്ങനെ മതസൗഹാർദ്ദം പുലരുമെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത്. ലീഗിന്റെ ഈ ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യയെ മതപരമായി വിഭജിക്കാൻ മുന്നിൽ നിന്ന അഖിലേന്ത്യാ ലീഗിന്റെ അവശിഷ്ടം മാത്രമാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. അതിന് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുന്നു. ഹിന്ദുക്കളെ കൊന്നു തള്ളിയ മലബാർ കലാപത്തിന്റെ നാട്ടിലാണ് മുസ്ലിം ലീഗ് വളർന്നു പന്തലിച്ചത്. അന്ന് അവിടെ നടന്ന കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കിയ തന്ത്രമൊന്നും ഇനി കേരളത്തിൽ വിലപ്പോകില്ല. മലബാർ കലാപം പോലെ തന്നെ മാറാട് കലാപവും കേരളം അത്ര പെട്ടെന്ന് മറന്നിട്ടില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ആരുടേതാണെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. ഭരണകസേരയിൽ ഏറെ കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേയുള്ളൂ. മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് മതേതരത്വം പറയാൻ അർഹതയില്ല. ലീഗ് നിലവിൽ അഭിനയിക്കുന്ന മതേതര നാടകം കപടമാണെന്നറിയാൻ പാഴൂർ പടിപ്പുരയിലൊന്നും പോകേണ്ടതില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ എഡിറ്റോറിയലിലൂടെ ആഞ്ഞടിച്ചു.